ഇന്ത്യയിൽ മാമ്പഴ സീസണാണ് ഇപ്പോൾ. വിദേശ കയറ്റുമതിയിലൂടെ കർഷകർ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന കാലം കൂടിയാണിത്. വ്യത്യസ്തമായ 1000ഓളം ഇനങ്ങളിലായി ഓരോ വർഷവും ടൺ കണക്കിന് മാമ്പഴങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. UAE-യിലേക്കാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാമ്പഴങ്ങൾ കൊണ്ടുപോകുന്നത്. തൊട്ടുപിന്നിലായി അമേരിക്കയും ബ്രിട്ടനും സൗദി അറേബ്യയും ഖത്തറും കാനഡയും എല്ലാം ഉണ്ട്. അതിനിടയിൽ ഇന്ത്യൻ മാമ്പഴ കർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നു. കോടിക്കണക്കിന് വില വരുന്ന ഇന്ത്യൻ മാമ്പഴങ്ങൾ അമേരിക്ക തിരിച്ചയക്കുകയും കൂട്ടത്തോടെ നശിപ്പിക്കുകയും ചെയ്തുവെന്നായിരുന്നു ആ വാർത്ത. എന്തൊക്കെയാണ് അത്തരമൊരു നടപടിയിലേക്ക് നയിച്ച കാരണങ്ങൾ? വിശദമായി പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ മെയ് ആദ്യവാരത്തിലാണ് സംഭവം. മുംബൈയിൽ നിന്ന് നിരവധി വിമാനങ്ങളിലായി അമേരിക്കയിലേക്ക് എത്തിയ ലോഡ് കണക്കിന് മാമ്പഴങ്ങൾ US അധികൃതർ തിരിച്ചയച്ചു. ലോഡ് കണക്കിനെന്ന് പറഞ്ഞാൽ 15 ലോഡ് വരും. ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ, അറ്റ്ലാന്റ എന്നീ US നഗരങ്ങളിലെ വിമാനത്താവളങ്ങളിലാണ് അത്രയും ഇന്ത്യൻ മാമ്പഴങ്ങൾ എത്തിയത്. എന്നാൽ ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയുള്ള അനിവാര്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ചരക്കുകൾ എത്തിയതെന്ന് പറഞ്ഞാണ് ഇത്രയും ലോഡ് മാങ്ങകൾ വിമാനത്താവളങ്ങളിൽ തടയപ്പെട്ടത്. കീടങ്ങളിൽ നിന്ന് പഴങ്ങളെ സുരക്ഷിതമാക്കാനായി പ്രത്യേക ഡോസിൽ റേഡിയേഷൻ നടത്തുന്ന ഒരു നടപടിക്രമമുണ്ട്. ഇറേഡിയേഷൻ എന്നാണ് ഇതിന് പറയുക. ഇത്തരത്തിൽ ഇറേഡിയേഷൻ പൂർത്തിയാക്കി PPQ-203 എന്ന സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷമാണ് പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ചരക്കുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഒരു ചരക്കും വിദേശ രാജ്യങ്ങൾ സ്വീകരിക്കില്ല. ഇന്ത്യയുടെ അഗ്രികൾച്ചർ ആൻഡ് പ്രോസസിംഗ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി APEDA അവരും അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ആനിമൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത് ഇൻസ്പെക്ഷൻ സർവീസും തമ്മിലുള്ള സഹകരണ സേവന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് നിന്ന് പഴങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മുംബൈയിൽ നിന്ന് മാങ്ങകൾ കയറ്റി അയച്ചത് എന്നാണ് US വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. PPQ-203 സർട്ടിഫിക്കേഷനിൽ വീഴ്ചകൾ സംഭവിച്ചുവെന്നും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. എന്നാൽ US കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുംബൈയിലെത്തി ഇറേഡിയേഷൻ നടപടിക്രമങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് PPQ-203 സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അത്തരത്തിൽ കയറ്റി അയച്ച മാങ്ങകൾക്കാണ് ഇപ്പോൾ US ഉദ്യോഗസ്ഥർ തന്നെ നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. US അംഗീകാരമുള്ള മഹാരാഷ്ട്ര സംസ്ഥാന കാർഷിക മാർക്കറ്റിംഗ് ബോർഡിന് കീഴിലുള്ള മുംബൈ വാഷിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിലാണ് വിശദീകരണം തേടേണ്ടതെന്ന് പറഞ്ഞൊഴിയുകയാണ് APEDA ചെയ്യുന്നത്. എന്നാൽ മഹാരാഷ്ട്ര കാർഷിക മാർക്കറ്റിംഗ് ബോർഡിന്റെ വിശദീകരണം മറ്റൊരു തരത്തിലാണ്. പരിശോധനാ കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥർ മാമ്പഴങ്ങളുടെ പ്രശ്നം ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ നേരിട്ട് US വൃത്തങ്ങളെ വിളിച്ചറിയിക്കുകയാണ് ചെയ്തതെന്നാണ് ബോർഡ് കുറ്റപ്പെടുത്തുന്നത്. അതാണ് ചരക്കുകൾ തിരിച്ചയക്കാൻ കാരണമായതെന്നും അവർ പറയുന്നു. ഏതായാലും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ കോടികളുടെ നഷ്ടമാണ് കർഷകർക്കും കയറ്റുമതിക്കാർക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നുകിൽ ഇന്ത്യയിലേക്ക് തന്നെ മാങ്ങകൾ തിരിച്ചയക്കാനാണ് US വൃത്തങ്ങൾ നിർദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ നശിപ്പിക്കാമെന്നും അറിയിക്കുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവരാനുള്ള ഭീമൻ ചെലവ് ആലോചിച്ച് ആ ലോഡ് കണക്കിന് മാമ്പഴങ്ങൾ അമേരിക്കയിൽ തന്നെ നശിപ്പിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു കയറ്റുമതിക്കാർ. മാങ്ങ വേഗത്തിൽ കേടുവരാൻ സാധ്യതയുണ്ടെന്ന കാര്യം കൂടി പരിഗണിച്ചായിരുന്നു ആ നടപടി. അതുമൂലം ഏകദേശം 4.28 കോടി രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.